മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ജ്ഞാനം കർത്താവിൽ നിന്നുള്ളതാണ്. വിജ്ഞാനം ഈ ലോകത്തിൻ്റെയും. തീർച്ചയായിട്ടും ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ ബന്ധമുണ്ട്. ആരാണ് ജ്ഞാനി? ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സൃഷ്ടവസ്തുക്കളിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവിക ജ്ഞാനത്തെയും ദൈവിക പദ്ധതിയും അറിഞ്ഞ് അവക്കനുസരിച്ച് സ്വജീവിതം കരുപ്പിടിപ്പിക്കുന്നതാണ് ജ്ഞാനി. ഇതൊന്നും ഗണ്യമാക്കാതെ അധമ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനാണ് ഭോഷൻ. ജ്ഞാനിയുടെ മാർഗം രക്ഷയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുമ്പോൾ ഭോഷൻ ശിക്ഷയും ദുരിതവും വരുത്തിവെക്കും. ജ്ഞാനിയെ നീതിമാനെന്നും ദൈവഭക്തനെന്നും വിളിക്കാം. ഭോഷൻ ദുഷ്ടൻ്റെയും അധർമ്മിയുടെയും പര്യായമാണ്. ദൈവവിശ്വാസവും ധാർമ്മിക ബോധവുമാണ് മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാന ഘടകം. സ്വന്തം വ്യാപാരങ്ങളെയും ഇതര വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന മൂല്യബോധം ഇവയിൽ നിന്നാണ് മുളയെടുക്കുന്നത്. വിശുദ്ധ സുവിശേഷം നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. തീർച്ചയായും നമുക്ക് ദൈവപുത്രനായ യേശുവിനെ നൽകിയതിനോർത്ത് നമ്മുടെ കർത്താവായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. അതിനുള്ള കൃപക്കായിട്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.